പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ അടയും കൂടെ ഈ ബെല്ലം പൊടിച്ചെടുക്കണം എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതിനൊരു ഈസി മെത്തേഡായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബെല്ലം എന്ത് ചെയ്യുക, നിങ്ങൾ ശർക്കരയാണ് കേട്ടോ ഈ പറയുന്നത്, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കുക കേട്ടോ. തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചോട്ടോ, ഫ്രീസറിലല്ല താഴെ വെച്ചാൽ മതി. എന്നിട്ട് നല്ലൊരു കട്ടിയുള്ള കവർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇടികല്ലിൻ്റെ കല്ലില്ലേ അത് വെച്ച് ഒന്ന് ചതച്ചെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നല്ലോണം അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്ലാസ്റ്റിക് അല്ലേ അത് അതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ട് അതും കൂടെ വരുന്നത്. പക്ഷേ ഇത് ഒരുപാട് നല്ലോണം കവർ കീറുന്ന അത്രയ്ക്കും ഒരു ഫാസ്റ്റായിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആ കല്ല് വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു പീസ് ഞാൻ കത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തുള്ളൂ, അപ്പോഴേക്കും തന്നെ നല്ലോണം പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തണുപ്പിച്ചിട്ട് ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ പൊടിച്ചെടുക്കാനുള്ള ടൈം വേസ്റ്റും ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ പലരും ഇത് തേങ്ങൻ്റെ കൂടെ പാവ് കാച്ചി, അതായത് ഉരുക്കിയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അട ഉണ്ടാക്കുമ്പോൾ കൂടുതലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വെള്ളത്തിൻ്റെ ഇത് വെള്ളം പോലെ ഒഴുകി വരാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനും കൂടുതലും പൊടി യൂസ് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കും ലീക്കാവില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നിങ്ങളൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ തേങ്ങയിലേക്ക് കുറച്ച് ഏലക്കയും കുറച്ച് ചെറിയ ജീരകമില്ലേ അതുകൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അടയ്ക്ക് ഫില്ലിങ് വെക്കുന്ന സമയത്ത് ഇത് ഏലക്കൻ്റെ സ്മെല്ലും ഇതൊക്കെ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോ, സാധാരണ വെക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതി. അതുപോലെ തന്നെ വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് ഉപ്പിട്ടിട്ട് തിളപ്പിച്ച ശേഷം പൊടിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മാവ് കുറച്ചുകൂടി സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നല്ലോണം സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചോറില്ലേ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു അല്പം മാത്രം നല്ലോണം പേസ്റ്റാക്കി ഒരുപാട് ലൂസാക്കി എടുക്കണ്ട, അത് ഇതുപോലെ കട്ടിക്കായിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുക്കുമ്പോൾ തരി വരില്ല കേട്ടോ, നല്ലോണം നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ടിത് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പം നല്ലോണം കുഴച്ചെടുത്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇതിലേതെങ്കിലും ഒന്ന് കയ്യിലാക്കിയിട്ട് ഇത് കുഴച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് തേങ്ങയും ശർക്കരയും മാത്രമല്ല കേട്ടോ, അവിലും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ വാഴയില കീറാതിരിക്കാനായിട്ട് ആദ്യം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വാഴയില കീറി വരില്ല കേട്ടോ. ഇത് നമ്മുടെ ഇലയും എല്ലാ സാധനങ്ങളും ഇപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മിക്സിങ് ആയാലും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോ ബോളാക്കിയിട്ട് ഇതിലേക്ക് പരത്തി കൊടുക്കുക കേട്ടോ. ഈ പരത്തി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടുണ്ടാകും. അതിലേക്ക് വെക്കുന്ന സമയത്ത് അതിന് ഈ ഒട്ടാതിരിക്കാനായിട്ട് സാധാ പച്ചവെള്ളം ഇല്ലേ അതിൽ ജസ്റ്റ് ഒന്ന് കൈ മുക്കിയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം ഞാൻ ഇടുന്ന സമയത്ത് ശർക്കരയും തേങ്ങയും ഇട്ടുകൊണ്ട് അവിലിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ശർക്കര ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് എന്നുള്ളത്, അത് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് കേട്ടോ ഞാൻ കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിലാണ് എല്ലായിടത്തും കറക്റ്റ് അതിൻ്റെ മധുരം എത്തുക കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് അത് നല്ലോണം സൈഡ് നല്ലോണം ലോക്ക് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സൈഡൊന്നും ലോക്ക് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ ആ ശർക്കര അലിയുന്ന സമയത്ത് അതിൻ്റെ വെള്ളം പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ സൈഡ് നല്ലോണം പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് വെന്ത് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഇതെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ ഇലയിലൊക്കെ ഒട്ടിപ്പിടിക്കും. അത് ഒട്ടലില്ലാതിരിക്കാനായിട്ട് നെയ്യ് വെളിച്ചെണ്ണ ഈ ഇലയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മിക്സ് വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് ഇലയിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം എന്തായാലും കുറച്ച് മാവ് ബാക്കി ഉണ്ടാവും, പക്ഷേ ഇല ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ വേഗം അവിലെന്ത് ചെയ്തു, സാധാരണ നമ്മൾ കുഴക്കില്ല തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് അതുപോലെ ഒന്ന് അത് കുഴച്ച് വെച്ചു കേട്ടോ. അത് കുഴച്ച് വെച്ചപ്പോഴാണ് ഓർമ്മ വന്നത് കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ മാവിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടൊരു ബോളാക്കി കൊഴുക്കട്ടയില്ലേ അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒരേ ടേസ്റ്റ് തന്നെയാണ്, ടേസ്റ്റിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്തു, അപ്പോൾ ഒരു വെറൈറ്റി ആയല്ലോ. ചിലർക്ക് അങ്ങനെ ഒരു ബോളാക്കി കഴിക്കുമ്പോൾ അതൊരു വെറൈറ്റി തോന്നുമ്പോൾ കഴിക്കാൻ ഒരു മക്കൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു കോട്ടിങ് പോലെ ആ അവിലിൽ തന്നെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പുറമെ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ കിച്ചൺ ടിപ്സിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.